ഡിയേഴ്സ്, നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യനുള്ള റിപ്ലൈ ആണ് ഇത്. ചോദിച്ചേക്കുന്നത് ഇതാണ്: ഹെഡ് പോസ്റ്റ് ഓഫീസിൻ്റെ ലിസ്റ്റ് എവിടെയാണെന്നുള്ളത്. ദയവായിട്ട് ഈ ചോദിച്ചേക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു ഇതിൽ വരുന്ന കുട്ടികൾ മുഴുവൻ ഒന്ന് കേൾക്കണേ. ഹെഡ് പോസ്റ്റ് ഓഫീസിൻ്റെ ലിസ്റ്റ് വെബ്സൈറ്റിൽ എവിടെയാണെന്നുള്ളതായിരിക്കും. അപ്പോൾ ആ ഒരു ലിസ്റ്റ് ഇപ്പോൾ വന്നില്ലെങ്കിലും നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഹെഡ് പോസ്റ്റ് ഓഫീസ് എവിടെയാണോ അവിടെ നിങ്ങൾക്ക് എമൗണ്ട് അടക്കാം. ഓക്കെ, ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങളിങ്ങനെ പോസ്റ്റ് ഓഫീസ് വഴി, അതായത് നമുക്ക് 2 ഓപ്ഷനുണ്ട് ഫീസ് അടക്കാൻ: ഓൺലൈൻ, അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് വഴി. അപ്പം നിങ്ങൾ ചിലപ്പോൾ ഓൺലൈൻ അടക്കാൻ പറ്റാത്തവർ, ഇപ്പോൾ GPayയോ അല്ലെങ്കിൽ UPIയോ നെറ്റ് ബാങ്കിങ്ങോ ഒക്കെ ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ പോസ്റ്റ് ഓഫീസ് അന്വേഷിക്കുന്നത് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴി അടക്കാമെന്ന് വിചാരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്കൊരു സൊല്യൂഷനുണ്ട്. അതായത് നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഇൻ്റർനെറ്റ് കഫേയോ അല്ലെങ്കിൽ അക്ഷയ സെൻറ്ററെയോ നിങ്ങൾ സമീപിക്കുക. അവിടെ നിന്ന് ഫീസ് അടക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് GPay ഇല്ല, ഗൂഗിൾ പേ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നിങ്ങളുടെ അക്കൗണ്ടിൽ 2000 രൂപയുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. അതുമല്ല, നിങ്ങളുടെ അക്കൗണ്ടിലും ഈ പറയുന്ന 2000 രൂപ ഇല്ല, നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ആയിട്ടാണ് ഈ 2000 രൂപ ഉള്ളതെങ്കിൽ, ഇപ്പോൾ അക്ഷയ സെൻറ്റേഴ്സൊക്കെ അവരുടെ കയ്യിൽ നിന്ന് എടുത്ത് അടയ്ക്കാറുണ്ട്, അവരുടെ അക്കൗണ്ടിൽ നിന്ന്. അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫേസാണ് കൂടുതലും അങ്ങനെ അവരുടെ കയ്യിൽ നിന്ന്, അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ആ ഒരു എമൗണ്ട് എടുത്ത് അടയ്ക്കും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് അവർക്ക് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെയും ഓപ്ഷൻസ് ഉള്ള ഇൻ്റർനെറ്റ് കഫേസോ അല്ലെങ്കിൽ അക്ഷയ സെൻറ്റേഴ്സോ നിങ്ങളുടെ പരിസരത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസ് വഴി അടക്കണം എന്ന് നിർബന്ധമില്ല, അങ്ങനെയും അടയ്ക്കാം. മനസ്സിലായോ? അപ്പോൾ ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നമുക്ക് ഫീ റീഫണ്ടിനായിട്ട് അവരൊരു അക്കൗണ്ട് നമ്പർ ചോദിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കുക. അത് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ പല സാഹചര്യങ്ങളുണ്ടല്ലോ, നമുക്ക് ഫീസ് റിട്ടേൺ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനായിട്ട് അവിടെ അക്കൗണ്ട് നമ്പർ ചോദിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ അക്കൗണ്ട് നമ്പർ കൊടുക്കേണ്ടത് നിങ്ങളുടെയാണ്. അല്ലെങ്കിൽ അക്ഷയ സെൻറ്ററിൻ്റെ അല്ല, നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ആ ബാങ്ക് ഡീറ്റെയിൽസ്, IFSC കോഡ് ഉൾപ്പെടെ അതും നിങ്ങൾ കയ്യിൽ പിടിച്ചിട്ട് വേണം ഈ അക്ഷയ സെൻറ്റർ വഴിയാണ് നിങ്ങൾ ഫീസ് അടക്കാൻ പോകുന്നത് എങ്കിൽ അടയ്ക്കാൻ. ഇപ്പോൾ 2 രീതിയിൽ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ അക്കൗണ്ടിൽ ഡെബിറ്റ് കാർഡിൽ പൈസയുണ്ട്, പക്ഷേ GPay ഇല്ല എന്നുള്ളവർക്ക് നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരവിടെ നിന്ന് അടച്ചു തരും. ഓക്കെ, അതല്ല ഇനി നിങ്ങൾക്ക് ATM കാർഡും ഇല്ല, അതായത് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ എന്തോ ആവട്ടെ, ഒരു ATM കാർഡില്ല നിങ്ങളുടെ അക്കൗണ്ടിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് 2000 രൂപ അക്കൗണ്ടിൽ ഒരുമിച്ച് എടുക്കാനില്ലാത്തവരാണ്, നിങ്ങളുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് അക്ഷയ സെൻറ്ററിലെയോ കഫേയിലെയോ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് പേ ചെയ്ത് തരും. അപ്പോൾ അത് നിങ്ങൾ അക്ഷയ സെൻറ്ററിലോ കഫേയിലോ ഒന്ന് ചോദിക്കുക കേട്ടോ. അങ്ങനെയും ഒരു ഓപ്ഷൻ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞതാണ്. അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴി തന്നെ അടക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഹെഡ് പോസ്റ്റ് ഓഫീസിൽ അടയ്ക്കാവുന്നതാണ് കേട്ടോ. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.